OTT എന്നും പറഞ്ഞ് പടമെടുത്ത 1-2 പേരെയൊക്കെ എനിക്കറിയാം. OTT ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ ശരിയായെന്ന് പറഞ്ഞിട്ട് അതൊന്നുമില്ല. ഈ യൂട്യൂബിലിരുന്ന് സിനിമ കാണുമ്പോൾ എൻ്റെ പിള്ളേരെ ഈ പടമൊക്കെ ഇത്രയും ഒരു കൊച്ചു സ്ഥലത്ത് കണ്ടാൽ നിങ്ങളെന്ത് രസിക്കാനാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഗുരുവായൂരമ്പലനടയിലെ അവസാനത്തെ ആ ഒരു ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഒരു തിയേറ്ററിലിരുന്ന് കാണുമ്പം ഉണ്ടാവുന്ന നമ്മുടെ ഒരു ടെൻഷനും ചിരിയും തമാശയെല്ലാം ചിലപ്പോൾ നമുക്കത് TV-യിൽ നിന്ന് കിട്ടിയത് വരില്ല. അനാവശ്യമായ ചിന്തകളും കോലാഹലങ്ങളും എന്തിനാ? അത് വായിച്ചാൽ അറിയാം. ചില കമൻസ് വായിക്കുമ്പോൾ ഇതിനകത്ത് വലിയ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, ഉദ്ദേശം വേറെയാണെന്നുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളൊരു പ്രധാന കാര്യം, ഈ അടുത്ത കാലത്തായിട്ട് വലിയ സംശയങ്ങളാണ് പലർക്കും തിയേറ്റർ സിനിമയും OTT സിനിമയും തമ്മിൽ. ശരിക്കും പറഞ്ഞാൽ വളരെ ഓതൻറ്റിക്കായിട്ട് അതിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസും ടെക്നോളജിയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ കൂടെ വെച്ച് അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ലെങ്കിലും എനിക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നോട് നേരിട്ട് ചോദിക്കാറുണ്ട്. അത് വെച്ചാൽ ഇപ്പോൾ എൻ്റെ മകൻ്റെ പടങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഖത്തറിൽ പോയപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് അയ്യോ ചേച്ചി, അപ്പോൾ ശരിയാണത്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്ഥിരമായിട്ട് ഈ അടിയും പിടിയൊക്കെ കണ്ടു വന്നപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഭവം അത് കറങ്ങി തിരിഞ്ഞ് അവസാനം എങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ വെച്ചാൽ എനിക്കത് അയ്യോ, ഞാൻ നാട്ടിൽ പോയപ്പോഴേ തിയേറ്ററിൽ കൊണ്ട് ചിരിച്ച് ഇവിടെ വന്നപ്പോൾ ഒന്നും കൂടെ OTT ചേച്ചി OTT-യിൽ ഇവരിതെല്ലാം മാറ്റുമോ? ഞാൻ എന്ത് മാറ്റിയെന്ന്. കാരണം ചില പടങ്ങൾ ഞാനും OTT-യിൽ കാണാറുണ്ട്. കാരണം മക്കളും ഒന്നും സ്ഥലത്തില്ലെങ്കിൽ തന്നെത്താനെ ഇപ്പോൾ ഉണ്ട്, എനിക്ക് പരിവാരങ്ങളൊക്കെ ഉണ്ട്, കൂടെ വരാനില്ലെന്നല്ല. എന്നാലും തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ടുവരാൻ. തിരുവനന്തപുരത്താണെങ്കിൽ പിന്നെയും ഞാൻ പോകും, കാരണം എൻ്റെ ചേച്ചിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം ഞാനിങ്ങനെ ആവശ്യമില്ല, ഒന്നും മാറ്റിയിട്ടില്ലല്ലോ, ഞാൻ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ ഈ സ്ക്രീനിൻ്റെ സൈസിൻ്റെ പ്രശ്നം കുറച്ചുണ്ടാവും. ഇപ്പം പണ്ട് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഈ യൂട്യൂബിലിരുന്ന് സിനിമ കാണുമ്പോൾ എൻ്റെ പിള്ളേരെ ഈ പടമൊക്കെ ഇത്രയും ഒരു കൊച്ചു സ്ഥലത്ത് കണ്ടാൽ നിങ്ങളെന്ത് രസിക്കാനാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ണിന് സ്ട്രെയിൻ അല്ലേ, അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? അതേപോലെയാണ് ഈ അടുത്ത കാലത്തിനടുത്ത് പറഞ്ഞു മമ്മൂട്ടിയുടെ ടർബോ അല്ലേ, പക്ഷേ അത് തിയേറ്ററിൽ കാണാൻ ചേച്ചി, ഇതിനകത്തൊന്നും കാണല്ലേ എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ എനിക്കതൊന്ന് തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ എനിക്ക് എൻ്റേതായ ഒരു സാഹചര്യം ഒത്തു വരണം. അല്ലെങ്കിൽ വല്ല പ്രിവ്യൂ ഒക്കെ ആണെങ്കിൽ ഞാൻ പോകും. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി, അറിയാമല്ലോ, മമ്മൂക്കയുടെയൊക്കെ പടം വരുമ്പോഴത്തെ അവിടുത്തെ ഒരു ബഹളങ്ങളൊക്കെ അറിയില്ലേ. അപ്പം നമുക്കവിടെ ചെന്ന് നിന്ന് ചിലപ്പോൾ ഒരു തിയേറ്ററിൽ ചെന്നാൽ അങ്ങ് ഏറ്റവും ബാക്കിൽ അതായിരിക്കും ഏറ്റവും വലിയ റോയിൽ കിടക്കുന്ന സീറ്റ്, ഏറ്റവും കൂടിയ സീറ്റ്. അപ്പോൾ നമ്മളതായിരിക്കുമല്ലോ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കയറി ഇരിക്കാനും അത് എല്ലാവരും ഏത് തിയേറ്ററിൽ പോയാലും ദൈവതമ്പരാൻ്റെ കാരുണ്യം കൊണ്ട് ഒരു വലിയ കാര്യമായിട്ട് അമ്മയെ വന്നാട്ടല്ലേ ചേച്ചി വന്നാട്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുത്തും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് ചിലപ്പോൾ അയ്യോ ഈ തള്ളിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ OTT കാണാറുണ്ട്. പക്ഷേ OTT കാണുമ്പോൾ എന്തുകൊണ്ടാണ് സിനിമയ്ക്ക് അതിൻ്റെ ഒരു ഇത് അത്രയും തോന്നിയില്ലല്ലോ എന്ന് തോന്നുന്നത്, ഉള്ളിൽ കിടക്കുന്നത് ആ വലിയ തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ കണ്ട ഒരു രസവും പിന്നെ ഈ കാണുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ OTT-യിൽ പലരും കാണുന്നത്, ഇപ്പോൾ എൻ്റെ മകൻ ഇന്ദ്രജിത്തിൻ്റെ വീട്ടിൽ പോയി നോക്കണം, ഏതാണ്ടൊരു ഈ ഭിത്തിയുടെ ഒരു പകുതിയോളം ഉണ്ട് ഒരു TV. അത്രയും വലുതിൽ കാണുമ്പോൾ അത്ര ഒരു കുഴപ്പം തോന്നാറില്ല. പിന്നെ ചെറിയ TV-ക്കകത്ത് കാണുമ്പോൾ ചിലപ്പം നമുക്ക് അവിടെ കണ്ട ആ എഫക്റ്റും സൗണ്ടും കാര്യങ്ങളും അതിൻ്റെ ചിരിയും ഒക്കെ കൂടി അവസാനം ആ അമ്പലത്തിൽ അതല്ലേ ഗുരുവായൂർ അമ്പലനടയിലെ അവസാനത്തെ ആ ഒരു ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഒരു തിയേറ്ററിലിരുന്ന് കാണുമ്പം ഉണ്ടാവുന്ന നമ്മുടെ ഒരു ടെൻഷനും ചിരിയും തമാശയെല്ലാം ചിലപ്പോൾ നമുക്കത് TV-യിൽ നിന്ന് കിട്ടിയത് വരില്ല. പക്ഷേ എന്ന് വിചാരിച്ച് OTT സിനിമയെല്ലാം മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചീത്ത വിളിക്കുന്നവർ ഇപ്പോൾ കുറേ പേര്, എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയുന്നത്. പിന്നെ ഇപ്പം പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റുകളും ഒന്നും അല്ലല്ലോ കളക്ഷൻ തീരുമാനിക്കുന്നത്, ചുമ്മാ അങ്ങ് എഴുതിക്കൊള്ളുക, ഇത് ഇത്ര കിട്ടിയുള്ളൂ, അതിനത്ര കിട്ടിയോ, എന്തോ ഒരു ടെൻഷനാണ്. എൻ്റെ പൊന്നു ദൈവമേ, ഇതിനൊക്കെ ആൾക്കാർ ചോദിക്കാനുണ്ട്. അതൊക്കെ ചെയ്യേണ്ടതുപോലെ അവരൊക്കെ ചെയ്യും. പിന്നെ അനാവശ്യമായ ചിന്തകളും കോലാഹലങ്ങളും എന്തിനാ? അത് വായിച്ചാൽ അറിയാം. ചില കമൻസ് വായിക്കുമ്പോൾ ഇതിനകത്ത് വലിയ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, ഉദ്ദേശം വേറെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ഞാൻ പക്ഷെ അത് പ്രതികരിക്കാനൊന്നും പോകാറില്ല. എന്നാലും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കേണ്ടവർ നോക്കട്ടെ, നമുക്കതുകൊണ്ടൊരു നഷ്ടമില്ലല്ലോ. ഞാനിവിടെ ഇരുന്നുണ്ട് അയ്യോ പടത്തിനകത്ത് ഇത്ര കിട്ടിയല്ലേ, ചുമ്മാ അതാകെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് എൻ്റെ ഒരു സുഖം എനിക്ക് മനസ്സിലാവുന്നില്ല. കിട്ടിയെങ്കിൽ കിട്ടി, നല്ല കാര്യം. അതുകൊണ്ട് 2 എടുക്കട്ടെ അവരെടുത്തത്. അത്രയും പേർക്ക് ജോലി കിട്ടുകയല്ലേ, അത്രയും പേർക്ക് 10, 2, 3 മാസം നിരന്തരമായിട്ട് ബാറ്റ കിട്ടുകയല്ലേ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്.
ഒന്നുമല്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രേരക ശക്തിയായിട്ട് പടങ്ങളുടെ വിജയം മാറുമ്പോൾ അത് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ OTTയുടെ കാര്യം പറയാൻ കാര്യം എന്നോട് നേരിട്ടില്ല പറയാറുണ്ട്, അവിടെ കണ്ട രസം ഇവിടെ കണ്ടപ്പോൾ തോന്നിയില്ല, തിയേറ്ററിൽ വെച്ച് ആർത്ത് ചിരിച്ചു, കൈയടിച്ചു, എടുത്ത് പിടിച്ചു. ഈവൻ ആടുജീവിതം കണ്ടിട്ട് പോലും ചേച്ചി അതൊന്നും OTTയിലൊന്നും കാണല്ലേ എന്താ. പക്ഷേ എല്ലാവരും തിയേറ്ററിൽ തന്നെയാണ് കണ്ടത്. കാരണം ആ മരുഭൂമി പശ്ചാത്തലവും ആ കാറ്റിൻ്റെ സൗണ്ടും റസൂൽ പൂക്കുറ്റിയുടെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇതിനൊക്കെ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയാം, നിങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലേ, അല്ലെങ്കിൽ ഇനിയും പോയി കാണുക, എവിടെയെങ്കിലുമൊക്കെ തിയേറ്ററിൽ കാണും, കണ്ടിട്ട് നിങ്ങൾ പറയണം. സിനിമയല്ല മാറിയത്, നിങ്ങളുടെ ആ ഒരു വിഷ്വൽ സുഖമുണ്ടല്ലോ, കാണുമ്പോൾ വലിയ സ്ക്രീനിൽ നിന്ന് ഒരു ചെറിയ സ്ക്രീനിലേക്ക് വരുമ്പോൾ കാണാനുള്ള നമ്മുടെ മറ്റേതിലെന്ത് രസമായിരുന്നു എന്നാൽ അതിങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ OTTയിൽ കാണുമ്പോൾ അത്രയും രസം തോന്നുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വരും. പക്ഷേ ഇത് മുതലാക്കി കമൻറ്റുകൾ പറയുന്നവരുണ്ട്, അത് വേറെ, അത് കൂട്ടുക വേണ്ട നിങ്ങൾ. അത് അവരുടെ വ്യക്തിപരമായി എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. എല്ലാവരും നല്ലത് പറഞ്ഞൊരു കാര്യത്തിനെക്കുറിച്ച് 4-5 പേര് ചീത്ത പറഞ്ഞാൽ, ഏറ്റവും ഉദാഹരണം ഇപ്പോൾ ഇവിടെ ഈ സംഘടനയുടെ ഇലക്ഷനിലെന്ന് പൃഥ്വിരാജ് വന്നില്ല എന്നുള്ളത് ഭയങ്കര ന്യൂസാക്കി പറയുന്നത് കേട്ടു. എത്രയോ പേര് വന്നില്ല, എല്ലാവർക്കും അറിയാം. അവിടെ വരാത്ത ചെറുപ്പക്കാർ താരങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആരുടെയെങ്കിലും പേരെവിടെയെങ്കിലും പറഞ്ഞോ ഇല്ല പറയാം. അപ്പം എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അപ്പോൾ ഒരുത്തന് വ്യക്തിപരമായിട്ട് ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് പറഞ്ഞോളും, അതൊക്കെ പാവം അങ്ങ് വിട്ടേക്കണം. അതെന്ന് പറയുമ്പോൾ 10 രൂപ ഇടപ്പോക്കറ്റ് കൂടുതൽ കിട്ടുന്നത് കിട്ടിക്കോട്ടെന്നേ, നമുക്കെന്താ നഷ്ടം. നമ്മൾ ആരാന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളറിയാം. ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല, ഒന്നും ആരെയും വേദനിപ്പിക്കാൻ പോയിട്ടില്ല. ചെയ്യാവുന്ന സഹായങ്ങൾ ഞാൻ എൻ്റേതായ വരുമാനത്തിനനുസരിച്ചും മക്കളും മക്കളുടേതായ വരുമാനത്തിനനുസരിച്ച് അന്നും ഇന്നും എന്നും ചെയ്യും. അത് യാതൊരു സംശയം വേണ്ട. ഈ OTTയുടെ കാര്യം ഇപ്പം ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട്. ചേച്ചി അവിടെ കണ്ടപ്പോൾ ഇങ്ങനെയായിരുന്നു ചേച്ചി. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ മക്കൾ ഈ മെസ്സേജുകൾക്ക് വലിയ മറുപടി എഴുതാനുള്ള സമയം അവർക്കില്ല. എനിക്ക് പിന്നെ ഇപ്പം ഞാൻ 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഞാൻ അഭിനയിച്ച ഒരു സീരിയൽ വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, സുഹാസിനി കൊച്ചമ്മയുടെ ഒരു കഥയുണ്ടായിരുന്നു, സൂസു എന്ന് പറയും, സുരഭിയും സുഹാസിനിയും. അത് വീണ്ടും വരാൻ പോകണം. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്കും ജോലിയുണ്ട്, ഇല്ലാതെ പറയാനൊക്കത്തില്ല. പക്ഷേ എന്നാലും കുറച്ചുകൂടെ കൂടുതൽ ഞാനിങ്ങനെ കാര്യമായിട്ടുള്ള മെസ്സേജുകൾ, അത് എനിക്കറിയാവുന്നവരാരെങ്കിലും ആ കൂട്ടത്തിൽ, എൻ്റെ കോളേജ് ഗ്രൂപ്പുണ്ട്, ഖത്തറിൽ എനിക്കൊരു ഗ്രൂപ്പുണ്ട്, ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് ബന്ധമുള്ള മാധ്യമ സുഹൃത്തുക്കളുണ്ട്. ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി അയക്കും, ഇതാവാം ഒരു പക്ഷേ കാരണമെന്ന്. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചതാണ്, അവിടെ കാണുന്ന സുഖം ഇതിൽ കാണുമ്പോൾ ഇല്ല എന്നുള്ളത്. എൻ്റെ ഒരു സത്യസന്ധമായ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ആ കാഴ്ചയ്ക്കുണ്ടാകുന്ന ആ പരിമിതമായ സ്പേസിൽ കാണുമ്പോൾ തോന്നുന്ന ഒരു രസക്കുറവായിരിക്കാം. അല്ലാതെ സിനിമയിൽ അവർ ഒന്നും മാറ്റുന്നൊന്നുമില്ല. അതുപോലെ തന്നെയാണ് സിനിമ OTTയിലും വരുന്നത്. അത് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക. ഇനി അങ്ങനല്ല, അവിടെ കാണുന്നതാണ് സുഖം എന്നൊരിക്കൽ പഠിച്ചാൽ കഴിയുന്നത് തിയേറ്ററിൽ പോയി കാണുക. ഇനിയിപ്പോൾ ഞാൻ ഇത്രയും ഈ OTT സിനിമയെക്കുറിച്ചും തിയേറ്റർ സിനിമയെക്കുറിച്ചും ഒക്കെ പറഞ്ഞെങ്കിലും ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ, സെൻസറിങ്ങിന് മാത്രം. ഇപ്പം നമ്മൾ തിയേറ്ററിൽ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റോടുകൂടി നമ്മൾ റിലീസ് ചെയ്യണം. OTTയിൽ വരുമ്പോൾ അത് വേണ്ട. അല്ലാതെ ഒരു സിനിമ എടുക്കുമ്പോൾ, ഉദാഹരണത്തിന് ഒരു നല്ല സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി അതിലെ കഥാപാത്രങ്ങൾ ആരാര് അഭിനയിക്കണം, പാട്ട് ആരെഴുതണം, അല്ലെങ്കിൽ ഡയലോഗ് ആര് എഴുതണം, ഇതൊക്കെ ക്യാമറ ആര് ചെയ്യണം, ഇതെല്ലാം നമ്മൾ OTTക്ക് വേണ്ടി അല്ല ചെയ്തത്. അത് ഒരു കൂട്ടായ്മയായിട്ടിരുന്ന് തീരുമാനിച്ച്, എപ്പോഴും ഒരു നല്ല പടം എടുക്കുമ്പം എല്ലാം നല്ലതായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ പിന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് എല്ലാ നിർമ്മാതാക്കളും ആഗ്രഹിക്കുന്നത്. നല്ല ക്യാമറാമാൻ ആയിരിക്കണം, നല്ല മ്യൂസിക് ആയിരിക്കണം, നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം, അഭിനേതാക്കളെല്ലാവരും അതാത് കഥാപാത്രങ്ങൾ നന്നായിട്ട് ചെയ്യുന്നവരായിരിക്കണം. കുറച്ച് മാർക്കറ്റുള്ളവരാകുമ്പോൾ അവർക്കും കുറച്ച് ഗുണങ്ങൾ കിട്ടില്ല, അതൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പടം എടുക്കുന്ന സമയത്ത് നമ്മൾ OTT എന്ന് പറഞ്ഞ് ഒരു വകഭേദവും കാണിക്കാറില്ല. കൃത്യമായിട്ടൊരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് പോലെ അത് ഷൂട്ട് ചെയ്ത് ഭംഗിയായിട്ട് അത് പുറത്ത് കൊണ്ടുവരും. പിന്നെ OTTക്ക് വേണ്ടി അത് നമ്മളത് മാറ്റി അത് OTT റൈറ്റ്സ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അതൊരു വേറൊരു പ്രക്രിയയാണത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതല്ല ഇവിടെ ഒരു സിനിമ അവിടെ ഒരു സിനിമ, അങ്ങനൊരു സംഭവമില്ല കേട്ടോ. ഇതെല്ലാം ഒരു സിനിമയാണ്. ഞാനീ പറഞ്ഞതിൻ്റെ തൊട്ട് ഈ സെൻസറിങ് ഒഴിച്ച് ബാക്കി എല്ലാ OTT എന്ന് പറയുന്നത് അതിൻ്റേതായ ഒരു പ്ലാറ്റ്ഫോമാണെന്ന് മാത്രം. പക്ഷേ
സിനിമ തന്നെയാണ്. പല പടങ്ങളും ഈ പറഞ്ഞതുപോലെ OTT-യിൽ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പേ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ വലിയ വലിയ സ്റ്റാഴ്സൊക്കെ അഭിനയിക്കുന്ന പടങ്ങൾ, ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ, ഈവൻ എൻ്റെ മോൻ്റെ പടങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ചോദിച്ചു പോകുന്നുണ്ട് റിലീസിന് മുമ്പേ. പക്ഷേ ആ റൈറ്റ്സ് അവർ വാങ്ങിച്ചാലും പടം ആദ്യം തിയേറ്ററിൽ വന്ന് നമ്മൾ ജനമൊക്കെ കണ്ട് അത് നന്നായിട്ട് ഓടുന്ന പടമെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. കാരണം അവർക്കും അതൊരു വലിയ പബ്ലിസിറ്റി അല്ലേ. ഓടി ഒരു പടം OTT-യിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കും അല്ലേ. എന്ന് പറയുന്ന പോലെ ഈ OTT എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് പടം എടുത്ത് 1-2 പേരെയൊക്കെ എനിക്കറിയാം. OTT ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ ശരിയായെന്ന് പറഞ്ഞിട്ട് അതൊന്നുമില്ല. എന്ത് OTT ആയാലും എല്ലാം ശരി. മനുഷ്യന് കാണാൻ കൊള്ളാവുന്ന പടം വൃത്തിയായിട്ട് അതിൻ്റെ കഥ, സ്ക്രിപ്റ്റ്, അഭിനേതാക്കൾ, ക്യാമറ, പാട്ട് എല്ലാ സമ്മിശ്രം ഈ പറഞ്ഞ അറിയാമല്ലോ, എല്ലാം കൊണ്ട് ചേരുവകളെല്ലാം നന്നായിട്ട് ചേർത്ത് നല്ല സിനിമയായിട്ട് വരികയാണെങ്കിൽ അത് ജനം കാണും. അത് OTT-യിൽ വരുമ്പോൾ അതിൻ്റെ നിർമ്മാതാവിന് അതിൻ്റേതായ പ്രയോജനം കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ OTT റൈറ്റ്സ് മറ്റേതെങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ അത് പടം എടുക്കുന്നവരോട് ചോദിച്ചാൽ കൂടുതലായിട്ട് പറഞ്ഞു തരും. എന്തായാലും അതിനു വേണ്ടി കൊടുക്കുന്നു ഈ സിനിമ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിന് വേണ്ടി നിർമ്മിക്കുന്ന സിനിമയല്ല മലയാളത്തിൽ ഒന്നും തന്നെ. അത് സിനിമയായിട്ട് തിയേറ്ററിൽ വരാൻ വേണ്ടി തന്നെ നിർമ്മിക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ ചിലത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമയായിരിക്കും. അത് കുറച്ച് കൂടുതൽ ഓടിയതിരിക്കും. ചിലപ്പോൾ ചില പടങ്ങളിപ്പോൾ ഒരു താരം ഇല്ലാഞ്ഞിട്ട് പോലും ഇവിടെ ചില പടങ്ങൾ ഗംഭീരമായിട്ട് ഓടി എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾ കേട്ടില്ലേ. അപ്പോൾ അതാണത്, ആൾക്കാരുടെ ഒരു ടേസ്റ്റ് പോലിരിക്കും എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. പിന്നെ അത് ക്രമേണ OTT-യിൽ വരുമ്പോൾ ഒരിക്കൽ കണ്ടവരിത് അടുത്ത സീൻ എന്താണെന്നുള്ള മുൻപേ അറിയാം. അപ്പം തന്നെ പകുതി രസം പോവും അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഞാനൊരു പടം കണ്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കറിയാം ഇപ്പോൾ അയാൾ വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൽ നമുക്കൊരു താല്പര്യക്കുറവ് വരും. കാരണം ഓരോ സീനും നമ്മുടെ മനസ്സിലുണ്ട്. നല്ല പടങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് കൈയടിച്ചവരുടെ മനസ്സിൽ ഇതെവിടെ തുടങ്ങുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ള പൂർണ്ണ രൂപമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ OTT കാണുമ്പം ഇതൊക്കെ ഞാൻ കണ്ടത് കൊള്ളാം എന്നുള്ളൊരു നിലപാടായി പോകും. ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമ്മൾ അറിയാതെ ചിരിക്കേണ്ടിടത്ത് ചിരിച്ചു പോകും അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രയോ സിനിമ ഇപ്പോൾ നമ്മുടെ ധ്യാൻ്റെയും വിനീത് ശ്രീനിവാസൻ്റെയൊക്കെ പടം കണ്ടാൽ കുടഞ്ഞിട്ട് നമ്മൾ ചിരിക്കും. ഞാൻ തന്നെ ചിലപ്പം അതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ് കേട്ടോ. കാരണം ഞാൻ അവരുടെയൊക്കെ വലിയ ഫാനാണ്. കാരണം എത്രയോ വലിയ സംവിധായകരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും ആ കുട്ടികളൊക്കെ എൻ്റെ മക്കളുടെ പ്രായമൊക്കെ ഉള്ളൂ എല്ലാവർക്കും, ഇന്ദ്രനും പൃഥ്വിയൊക്കെ. അവരുടെയൊക്കെ ഒരു സിനിമയെക്കുറിച്ചുള്ള പുതിയ ചിന്താഗതികൾ, അവരുടെ വേ ഓഫ് ടേക്കിങ്, അവർ സിനിമ എടുക്കുന്ന രീതികൾ ഒക്കെ ഈ പറഞ്ഞതിൻ്റെ ധ്യാൻ. പിന്നെ ഇൻ്റർവ്യൂവിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാം ഓമന പുത്തറിന് ധ്യാൻ എന്ത് പറഞ്ഞാലും ഇവിടെ ചിരിയാണ്. അതുകൊണ്ട് എന്തായാലും അങ്ങനെയുള്ളവരുടെ ചിത്രങ്ങളും കാണാം. അപ്പോൾ അവരൊക്കെ എടുക്കുമ്പോൾ ഇത് OTT-ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല സിനിമകൾ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതി നന്നായിട്ട് അവരുടെ ഒരു സ്വന്തം കമ്പനി തന്നെയുണ്ട്. അവരെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട കുട്ടികളാണ്. എൻ്റെ മെർലാൻഡ് വിശാഖായാലും നിവിനായാലും ധ്യാനായാലും അവരുടെ ഗ്യാങ്ങിലാണ് അജു വർഗീസൊക്കെ. അജു ഞാനും കൂടി ഇപ്പോൾ ഒരു പടം അഭിനയിച്ചുകൊണ്ടിരിക്കുക. വിനീതായാലും ഒക്കെ അതെ. അവർ ആ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ അവർ ഒരു 100% സിനിമയിലൊക്കെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രൊഫഷൻ അങ്ങനെ കാണുന്നവരാണ്. അതിൻ്റേതായ ഒരു ഗുണം അവരുടെ എല്ലാ ഒരു പ്രോഡക്ട്സിലും ഉണ്ടാവും. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ദയവ് ചെയ്ത് OTT-യിൽ എന്താ ഇങ്ങനെ, തിയേറ്ററിൽ എന്താ അങ്ങനെ ചിന്തിക്കരുത്. തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പടം മുഴുവനായി. പിന്നീട് OTT-യിൽ വരുമ്പോൾ അതിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് മാറി അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വരും. പിന്നെ ആ സൗണ്ടിൻ്റെ ചില സൗണ്ട് നല്ല തിയേറ്ററിൽ കാണുകയാണെങ്കിൽ സ്റ്റീരിയോയിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര എഫക്റ്റായിരിക്കും. അത്രയും ചിലപ്പോൾ നമുക്ക് TV-യിൽ എന്തെല്ലാം സ്പീക്കറൊക്കെ വെച്ചാലും ശരി ഒരു പരിധിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുക. അല്ലാതെ പടം എങ്ങനെയാണ് മാറുന്നത്, വെറുതെ ചുമ്മാ എന്തെങ്കിലും പറയാൻ വേണ്ടി കമൻറ്റുകൾ എഴുതി വിട്ടിട്ട് നമ്മൾ നാളെ ഒരു ജോലിക്ക് കയറി തന്നെ കൊണ്ട് എന്തിന് കൊള്ളാവണോ എന്ന് ചോദിക്കുമ്പോഴേ ആ സങ്കടം അറിയത്തുള്ളൂ. ഏത് ജോലിയാണ് എവിടെയാണ് നമുക്കൊക്കെ ദൈവം തലയിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഈശ്വരനറിയാം. മനുഷ്യനെ പറ്റിച്ചും കാശുണ്ടാക്കാം, പറ്റിക്കാതെയും കാശുണ്ടാക്കാം, ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കാം. പല വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നല്ല വിഭാഗത്തിൽ ചേരുന്നതാണ് എപ്പോഴും അങ്ങോട്ടുള്ള യാത്രയ്ക്ക് എല്ലാം കൊണ്ടും ഗുണം ചെയ്യുന്നതും ഒരു ഈശ്വരാധീനം ഉണ്ടാവുന്നതും.